ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുറുമി ബ്രോസ്. ഇന്നത്തെ വീഡിയോ നമ്മളൊരു കിടിലം പാലപ്പം റെസിപ്പിയാണ്. അപ്പോൾ ഫുൾ ടൈം നൈറ്റിയും സ്റ്റിച്ചിങ്ങും മാത്രമേ ഉള്ളൂ, കുക്കിംഗ് ഒന്നും ഇല്ലേ എന്നുള്ള ചോദിച്ചവർക്കുള്ള റിപ്ലൈ കൂടെയാണ് ഈ വീഡിയോ. സ്റ്റിച്ചിങ് മാത്രം ആക്കിയതല്ല കേട്ടോ, അത് ഓരോ വീഡിയോയിലും ഓരോരുത്തർ ഡൗട്ട് ചോദിച്ചപ്പോൾ അതിനനുസരിച്ച് ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ക്രിസ്മസിൻ്റെ അന്ന് ഈ സുന്ദരി വെള്ളപ്പം ഒന്ന് ട്രൈ ചെയ്യുക. നല്ല തൂവെള്ള നിറത്തിൽ സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നമുക്ക് അരച്ച ഉടനെ തന്നെ ചെയ്യാം. അതുപോലെ അരി കുതിർക്കാനോ വെള്ളത്തിലിടാനോ ഒന്നും നിൽക്കണ്ട. നമ്മുടെ വീട്ടിൽ നമ്മൾ പൊടിച്ച് വെച്ച പൊടി കൊണ്ട് ഇത് ചെയ്യാം. അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ പാലപ്പം സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്കിതാ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നല്ല ഫ്ലഫിയും സോഫ്റ്റും അതുപോലെ നല്ല തൂവെള്ള നിറത്തിൽ ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ അപ്പം റെസിപ്പിയാണിത്. ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, പക്ഷേ ഇപ്പോൾ ക്രിസ്മസ് സീസൺ അല്ല, അപ്പോൾ അതിന് ബീഫിലേക്കെല്ലാം നല്ല പൊളി കോമ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 2 തേങ്ങയുടെ വെള്ളവും 1 സ്പൂൺ ഷുഗർ, 1 കപ്പ് അവൽ, അതാണ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത്. അവൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പഞ്ചസാരയും തേങ്ങ വെള്ളവും കൂടെ ചേർത്തിട്ട് ആദ്യം അവൽ നന്നായിട്ട് കഴുകി ഇതിൻ്റെ കളറെല്ലാം മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ അപ്പത്തിന് ആ ഒരു വൈറ്റ് കളർ വരില്ല. അവൽ ഞാൻ നന്നായിട്ട് 4-5 തവണ കഴുകി അതിൻ്റെ തവിടെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ആ ഷുഗറും നമ്മുടെ തേങ്ങ വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അവലിൽ. ഇത് നമ്മൾ അരിയല്ല, നമ്മൾ പൊടിപ്പിച്ച പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അരിയേക്കാളും ഒന്നുകൂടെ സോഫ്റ്റ് കൂടുക ആ പൊടി കൊണ്ടാണ്. ഒന്നുകൂടെ വൈറ്റ് കളറും അതുപോലെ ടേസ്റ്റിയും കുറച്ചുകൂടെ ഈസിയും ആയിട്ട് തോന്നുന്നത് നമ്മൾ പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അരി കുതിർക്കാനൊന്നും നിൽക്കണ്ട. പക്ഷെ അതിന് പകരം നമ്മൾ ഈ അവല് ഒരു 3 മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചെയ്യണം. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് പോലെ ആയിട്ടുണ്ട്. ആ പഞ്ചസാരയും തേങ്ങ വെള്ളത്തിൽ പൊതിർന്ന് വെള്ളമില്ലാതെ നന്നായിട്ട് പൊതിർന്ന് ആയിട്ടുണ്ട് നമ്മുടെ അവൽ. ഇനി ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂറാണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. ഇനി ഒരു തേങ്ങയുടെ പാലും കൂടെ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് പാലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പഴകിയ മാവാണ്. പഴകിയെന്ന് പറഞ്ഞാൽ തലേ ദിവസം ദോശ അരച്ചതിൻ്റെ നീർദോശ അരച്ച ഉഴുന്നിട്ട ദോശയല്ല, അരി മാത്രം അരച്ചിട്ടുള്ള ദോശയുടെ മാവ്. ഞങ്ങൾ കുത്തപ്പോ ദോശയോ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ബാക്കി വരുന്ന മാവ് ഞങ്ങൾ കുറച്ചിങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അത് പിറ്റേ ദിവസം അപ്പത്തിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കാറ്ററിംഗുകാരെല്ലാം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അവർ കടയിൽ ഒരിക്കലും അവർ അപ്പത്തിന് അരക്കുന്ന മാവിൻ്റെ പാത്രം കഴുകാറില്ലെന്നാണ് പറഞ്ഞത്. അത് ചിത്തിയാക്കി വെക്കുന്നല്ല, ലാസ്റ്റ് വരുന്ന ഒരു തവ അവിടെ മാറ്റി വെക്കും. പിറ്റേ ദിവസം ആ പാത്രത്തിലേക്കാണ് മാവ് അരച്ച് വെക്കുക. കാരണം പഴകിയ മാവ് നമ്മുടെ അപ്പത്തിന് ഒരിത്തിരി പുളിപ്പിട്ട് കലർന്നൊരു ടേസ്റ്റ് കൊടുക്കും. ഈ അപ്പം നിങ്ങൾ എന്തായാലും ഒരു ദിവസം ട്രൈ ചെയ്യണേ. ഒരിക്കൽ ട്രൈ ചെയ്താൽ പിന്നീട് അപ്പം നിങ്ങൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വറ്റ് വേണ്ട, അരി പൊതിർത്തേണ്ട, ഒന്നും വേണ്ട. 1 കപ്പ് പൊടിയിലേക്ക് 1 കപ്പ് അവലും അതുപോലെ ഇത്തിരി മാവ് നിർബന്ധമില്ല. പക്ഷേ മാവ് തലേ ദിവസത്തേതുണ്ടെങ്കിൽ അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആവും. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിത് നിർത്താതെ ഇളക്കേണ്ടതുണ്ട്. ഈ അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ ചുട്ടെടുത്താലും നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെച്ചാൽ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. ഇനി തലേ ദിവസം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഒന്നുകൂടെ നന്നായിട്ട് ഉയർന്നു വരും. പക്ഷേ അപ്പോൾ കുറച്ച് പുളിപ്പ് കൂടുന്നു മാത്രമേ ഉള്ളൂ. നല്ല തിക്കായിട്ട് നല്ല അതിൽ അരച്ച് വെച്ചിട്ടുണ്ട്.
ഒന്നിക്ക് ഇത്തിരി സാമ്പാർ, അതല്ലെങ്കിൽ നല്ല ബീഫ് വരട്ടിയത്. ഓഹോ, പൊളി കോമ്പിയാണ്. കേക്ക് വറ്റ് വേണ്ട, ഈസ്റ്റ് വേണ്ട, അതുപോലെ ബേക്കിംഗ് സോഡ ഒന്നും വേണ്ട. ഈ മാവ് തന്നെ ഇതാ മാവ് കണ്ടില്ല, ഇപ്പോൾ തന്നെ നന്നായിട്ട് നമ്മൾ അരക്കുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചുട്ടെടുത്താലും അപ്പം നന്നാവും. 2-3 മണിക്കൂറായാൽ അതിനേക്കാളും നന്നാവുമെന്ന് മാത്രം. മാവ് ഇപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഈ അരമണിക്കൂറും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അപ്പം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഇത്തിരി ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അരമണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് കൊടുത്താൽ നമുക്ക് ബേക്കിംഗ് സോഡയോ അതുപോലെ ഒന്നും വേണ്ട, നമുക്കിങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. രാവിലെ മൊത്തത്തിൽ സ്കൂളും ടിഫിനും എല്ലാം കൂടായിട്ട് നമുക്കിതാ കണ്ടോ, ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിന് പകരം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ പാലും എടുക്കാവുന്നതാണ്. പക്ഷെ ആ പാൽ എടുക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ചുടണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുളിപ്പും ടേസ്റ്റും മാറും. തലേ ദിവസത്തേക്കാണ് നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ളെങ്കിൽ ഡബിളായിട്ട് മാവ് പതഞ്ഞു പൊങ്ങും. ഇത് ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അരി വെള്ളത്തിലിടാൻ കുതിർക്കാൻ മറന്നെന്ന് പറഞ്ഞിട്ട് ആരും അപ്പം ചുടാതിരിക്കണ്ട. ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഈ അപ്പവും ബീഫ് വരട്ടിയതും ട്രൈ ചെയ്യുന്ന 100% ഉറപ്പുണ്ട്. ഇതാ നമ്മുടെ മാവ് കലക്കി ഒഴിക്കുവാണ്. ഷുഗറും തേങ്ങാവെള്ളവും ചേർത്തതുകൊണ്ട് തന്നെ പുളിപ്പും മധുരവും കലർന്ന ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് കിട്ടുക. നമ്മൾ തേങ്ങയുടെ വേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതാ കണ്ടോ, എൻ്റെ സുന്ദരി അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് അപ്പം നന്നാവണമെങ്കിൽ ഉഴുന്നിടണം. ഉഴുന്നൊരിക്കലും നമ്മൾ വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റിന് ചേരില്ല. അത് ഇഡ്ഡലി, ഉഴുന്ന് ദോശ അതിലേക്കാണ് അതിൻ്റെ ടേസ്റ്റ്. ഉഴുന്നും വേണ്ട, അരിയും വേണ്ട, തേങ്ങയും വേണ്ട, വറ്റും വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പാലപ്പം സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ട് ആൻഡ് ഫ്ലഫി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്യുമെന്നുള്ള വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻസായിട്ട് അറിയിക്കുക. അതുപോലെ എല്ലാ വീഡിയോയിലും നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് കമൻസ് കാണാറുണ്ട്, പക്ഷേ ട്രൈ ചെയ്തതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് ആരുടെയും കാണാറില്ല. അപ്പോൾ മസ്റ്റായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം. നമ്മുടെ ചാനൽ സബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 10K ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്സ് പറയാണ്. അപ്പോൾ ഒന്നുകൂടെ ഹാപ്പി ക്രിസ്മസ്. ഇതിലും കിടിലം വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.